നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏഷ്യയുടെ ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം തുറമുഖം മാറാൻ ഇനി വർഷങ്ങളുടെ അകലം മാത്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനടുത്തുള്ള കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളോട് മത്സരിക്കാനുള്ള ശേഷി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ 2030ഓടെ വിഴിഞ്ഞം സജ്ജമാകും. അതേസമയം വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടന ദിവസം വിഴിഞ്ഞം വരാനുള്ള കാരണമായിട്ടുള്ള മുൻ സർക്കാരിലെ മന്ത്രിമാരെ കുറിച്ച് ഒന്നും തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിക്കാത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് രംഗത്ത് വരുന്നത്. ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും തള്ളുകാർക്കൊപ്പം തള്ളാൻ താനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം. വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ അതിനായുള്ള ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. 1997 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പദ്ധതി നടപ്പിലായപ്പോൾ പദ്ധതിക്കൊപ്പം നിലകൊള്ളാനാണ് ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം തള്ളുകളുടെ അലയൊലി ഏകദേശം ഒടുങ്ങിയ മട്ടാണ്. കോൺഗ്രസുകാരുടെ പരിഭവവും തീർന്നിട്ടില്ല. ഇനി ശ്രദ്ധിക്കാനുള്ളത് അവസരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ സ്വജനപക്ഷപാതം കാട്ടുന്ന CPM ഇനി മറ്റുള്ളവരുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുമോ എന്നതാണ്. തുറമുഖത്തിനായി ബന്ധപ്പെട്ട പ്രധാന തൊഴിലവസരങ്ങൾ ഭൂരിഭാഗവും വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള തൊഴിലവസരങ്ങളെല്ലാം ഔദ്യോഗികമായി ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരമാണ് അപേക്ഷിക്കേണ്ടത്. എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ, ഫിനാൻസ്, അക്കൗണ്ട്സ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർ, വിവിധ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയവർ തുടങ്ങിയവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തുറമുഖത്തെ കണ്ടെയ്നർ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഇന്റർ ടെർമിനൽ വെഹിക്കിൾ ഓടിക്കാൻ വൈദഗ്ധ്യവും ലൈസൻസും ഉള്ളവർക്ക് എല്ലാ തുറമുഖങ്ങളിലും അവസരം ലഭിക്കും. വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും വൈദഗ്ധ്യം നേടിയവർ പ്ലംബർ, ഇലക്ട്രിക്കൽ ആൻഡ് ഡ്രൈവർ തുടങ്ങിയ ക്ലീനിംഗ് വിഭാഗത്തിൽ വരെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തുറമുഖവുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിലെ അസാപ്പും അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ചേർന്ന് വിഴിഞ്ഞത്ത് പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണ കാലയളവ് ഉൾപ്പെടെ 2034 വരെ ആദ്യത്തെ 15 വർഷം ലാഭവിഹിതം പൂർണ്ണമായി അദാനി ഗ്രൂപ്പിനാകും. 16 വർഷം മുതൽ 1% വീതം ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് നൽകും. ഇത് 40 വർഷം വരെ ഓരോ ശതമാനം വർദ്ധിച്ച് 25% വരെയാകും. വാണിജ്യ പ്രവർത്തനം തുടങ്ങും മുൻപ് തന്നെ ലോകത്തെ പ്രമുഖ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് താൽപര്യം പ്രകടിപ്പിച്ചെത്തുന്നത് ആഗോള രംഗത്തെ പ്രതിസന്ധികൾ കൂടി കണക്കിലെടുത്താണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും താമസിയാതെ വിഴിഞ്ഞത്ത് എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നിലവിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോയിലും സിംഗപ്പൂരിലും ചരക്കിറക്കാൻ 4-5 ദിവസം പുറംകടലിൽ കാത്തു കിടക്കേണ്ടി വരുന്നതാണ് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് കപ്പൽ കമ്പനികളുടെ ശ്രദ്ധ തിരിയാൻ കാരണം.